തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ നേതാക്കൾക്കെതിരെ DCC ഓഫീസിന് മുന്നിൽ വീണ്ടും പോസ്റ്റ് പ്രതിഷേധം. അനിലക്കര, MP വിൻസെന്റ് എന്നിവർക്കെതിരെ പോസ്റ്ററിൽ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. K മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ലക്സും അനിലക്കര മുക്കി ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ആവശ്യം കൂടി വരികയാണ്. കിരൺകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ഈ തൃശ്ശൂരിലെ തലവേദന കോൺഗ്രസിന് ഒഴിയുന്നില്ല. ഇത്തവണ അനിലക്കരയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണുള്ളത്. ഈ തൃശ്ശൂരിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ DCCക്കുള്ളിൽ തമ്മിലടി രൂക്ഷമായ സാഹചര്യം തന്നെയാണുള്ളത്. ഇതിപ്പോൾ തുടർച്ചയായ മൂന്നാം തവണയാണ് ഈ പോസ്റ്റർ പ്രതിഷേധം DCCക്ക് മുന്നിൽ നടക്കുന്നത്. പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം തൃശ്ശൂരിലെ പരാജയത്തിന് പിന്നിൽ അനിലക്കരയും MP വിൻസെന്റുമാണ് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഈ പോസ്റ്റർ പ്രതിഷേധത്തിന് പിന്നിലുള്ളവർ സൂചിപ്പിക്കുന്നത്. അനിലക്കര പണം വാങ്ങിയാണ് ഈ വോട്ട് മറിച്ചു എന്നുള്ളൊരു ആരോപണം ആണ് ഈ പോസ്റ്ററുകളിൽ ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, K മുരളീധരന്റെ പോസ്റ്റുകളും ഫ്ലെക്സ് ബോർഡുകളും അനിലക്കര മുക്കി പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച MP വിൻസെന്റ് ഒറ്റുകാരൻ തുടങ്ങിയ വാക്കുകളാണ് പ്രധാനമായിട്ടും ഈ പോസ്റ്ററുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ DCCക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അത് DCC നേതൃത്വം തന്നെ ആ പോസ്റ്ററുകൾ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രവുമല്ല, ഈ DCCക്ക് മുന്നിലെത്തി പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക്, അതായത് കോൺഗ്രസ് പ്രവർത്തകൻ DCC ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുന്നതിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇന്ന് രാവിലെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ ആരോപിച്ചിരിക്കുന്ന, അതായത് അനിലക്കരയെയും MP വിൻസെന്റിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നടപടിയെടുക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധം ഉന്നയിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. ശരി.